ആ ക്ഷമയെന്ന് പറയുന്നത് ഈമാനിന്റെ പകുതിയാണ്, വിശ്വാസത്തിന്റെ അർദ്ധഭാഗമാണെന്ന് പഠിപ്പിച്ചു. എന്തേ ഇത്രയും വലിയ സ്ഥാനം ക്ഷമക്ക് കൊടുക്കാൻ കാരണം? ഈമാനിന്റെ പകുതി എന്ന് പറഞ്ഞാൽ ക്ഷമയില്ലാതെ, ക്ഷമ കൈകാര്യം ചെയ്യാതെ, ക്ഷമ ഉൾപ്പെടാതെ ഏത് വിഷയമാണ് ഇസ്ലാമിലുള്ളത്? നിസ്കാരം നിലനിർത്താൻ നല്ല ക്ഷമ വേണ്ടയോ? നോമ്പ് നോക്കാൻ ക്ഷമ വേണ്ടയോ? സകാത്ത് കൊടുക്കാനും ക്ഷമ വേണ്ടയോ? ഏത് ആരാധനകൾക്കും നല്ല ക്ഷമ വേണോ? അവിടെ ക്ഷമയാണ് ഏറ്റവും വലിയ ഹീറോ. എന്നാൽ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുന്ന വിഷയത്തിൽ ക്ഷമ വേണം. ഒരു ഹറാമ് ചെയ്യുകയാണ്, പലരും ബ്യൂട്ടി പാർലറിൽ പോവുകയാണ്. വീട്ടിൽ അതാ കുടുംബത്തിൽ ഒരു കല്യാണം നടക്കുകയാണ്, പുതിനാട്ടിക്ക് അതാ നല്ലൊരു വേഷം വാങ്ങുകയാണ്. അതുപോലെ പുതിനാട്ടിയുടെ നാത്തുമാര് അനുജത്തിമാര് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ദിവസങ്ങളോളം പൈസ പൊടിച്ചിട്ട്, കൺപുരികം വെട്ടിയിട്ട്, കൺമശി ധരിച്ചിട്ട്, മേക്കപ്പ് ചെയ്തിട്ട്, പള്ള വെളിവാക്കിയിട്ട് അതാ അന്യപുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന കോലം കെട്ടുകയാണ്. എത്ര വലിയ ആറാമാണ്! ഈ ദുനിയാവിലുള്ള മുഴുവൻ സ്വാലിഹീങ്ങളും മുഴുവൻ അല്ലാഹുവിന്റെ സൃഷ്ടികളും നിന്നെ ലഅനത്ത് ചെയ്യുകയാണ്. അതിലേക്കാണ് അതാ കൂട്ടുകാരി ക്ഷണിക്കുന്നത്. നീയും ഞങ്ങളെപ്പോലെ തന്നെ ഒരേ കളറിന്റെ ഡ്രസ് എടുക്കണോ? നീയും ബ്യൂട്ടി പാർലറിൽ വരണോ? അപ്പോഴാണ് അവിടെ ക്ഷമ വരുന്നത്. ഇല്ല പെണ്ണേ, ഇല്ല ഇല്ല, ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ എന്റെ വസ്ത്രം എന്റെ ശരീരത്തിൽ നിന്ന് മാറ്റിവെക്കപ്പെടോ? എന്റെ ആഭരണങ്ങൾ അതാ മറ്റുള്ളവർ മുറിച്ചു മാറ്റൂ, എന്നെ അതാ ചലനമറ്റ രീതിയിൽ മലർത്തിയിട്ട് കിടത്തോ, എന്റെ വയറ്റിൽ ഭാരമുള്ള വല്ലതും വെക്കോ, എന്റെ താടി പിടിച്ച് കെട്ടിയിടോ, എനിക്കൊന്ന് കുളിക്കണോന്ന് വിചാരിച്ചാൽ അനങ്ങാൻ കഴിയില്ല. എന്നെ നാട്ടുകാര് കുളിപ്പരയിലേക്ക് കൊണ്ടുപോകൂ, അവിടെ എന്നെ ചെരിച്ചും മലർത്തിയും കിടത്തിയവര് കുളിപ്പിക്കോ. ആ കുളിപ്പിച്ച് കഴിയുമ്പോഴേക്ക് എത്ര വലിയ കൊട്ടാരത്തിലാണ് ഞാൻ താമസിക്കുന്നതെങ്കിലോ, എത്ര ലക്ഷം രൂപയുടെ ഉടുപ്പാണ് ധരിക്കുന്നതെങ്കിലോ, അട്ടിക്കണക്കിന് എന്റെ ഗോഡ്രേജിൽ അതാ എന്റെ കപ്പാട്ടിൽ വസ്ത്രങ്ങളുണ്ട്, അതിലൊന്നും എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. അതെ, എന്തിനധികം ഇന്നലെ വരെ എന്റെ ഭർത്താവ് എന്നെ വിളിച്ചിരുന്നത് കരളേ, തേനേ, മുത്തേ. എന്റെ മക്കൾ എന്നെ വിളിച്ചിരുന്നത് ഉമ്മ, എന്റെ ആങ്ങളമാര് വിളിച്ചിരുന്നത് ഇഞ്ഞ, അല്ലെങ്കിൽ ഇത്താ. എന്റെ അനുജന്മാര് വിളിച്ചിരുന്നത് എന്നെ അമ്മായി, എളാമ, മൂത്തമ്മ, ഏത് പേരിലാണ് വിളിക്കുന്നത്. പക്ഷേ എന്റെ സ്വന്തം ഉമ്മ എന്നെ വിളിക്കാറുള്ളത് മോളെ. എന്റെ തുല്യ വയസ്സായ ആളുകൾ എന്നെ വിളിക്കാറുള്ളത് ഏറ്റവും സ്നേഹം തുളുമ്പുന്ന പേരാണ്. ആ പേര് സുബഹിന്റെ സമയമാകുമ്പോഴേക്ക്, ശരീരത്തിൽ നിന്ന് ആത്മാവങ്ങ് പിരിയുമ്പോഴേക്ക് ആ പേരും കൊണ്ട് ആത്മാവ് പോയല്ലോ. പിന്നെ എന്നെ ഏറ്റവും അടുത്ത എന്റെ ഭർത്താവ് വരെ, എന്നെ മോളെ എന്ന് വിളിച്ച ഉമ്മ വരെ, എന്റെ നെറ്റിയിലും കവിളിലും ചുംബനം തന്ന എന്റെ പിഞ്ചോമന മക്കള് വരെ അതാ എന്നെ ചോദിക്കാറുള്ളത് മയ്യത്ത് എപ്പോഴാണ് എടുക്കുക. ഓ സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ പള്ളിയുടെ
വാർഡിൽ കിടക്കുന്ന ഈ മൈതാനിയിൽ കിടക്കുന്ന ആളുകളില്ലേ, അല്ലാഹു അവർക്കൊക്കെ സ്വർഗം നൽകട്ടെ. ഏതെല്ലാം പേരിലാണ് അവര് അറിയപ്പെട്ടത്, ഏതെല്ലാം മേഖലയിലാണ് അവര് പ്രവർത്തിച്ചത്, ഇന്ന് അവര് വിശ്രമിക്കുന്ന കൊട്ടാരമാണ് പള്ളിക്കാട്ടിലെ മൈലാജി ചെടിക്കള്ളിലെ ആളടി മണ്ണിന്റെ അടിയിലാണ്. എന്നാൽ അവരുടെ എല്ലാ അഡ്രസ്സുകളും അവരെ ആത്മാവ് കൊണ്ടുപോയല്ലോ. ബ്യൂട്ടി പാർലറിലേക്ക് വിളിക്കുന്ന പെണ്ണേ, ഇല്ല ഇല്ല, ഞാനെങ്ങാനും രാവിലേക്ക് മരണപ്പെട്ടു പോയാൽ എന്റെ പേര് വിളിക്കപ്പെടൂല. എന്റെ മുഖത്തിൽ നിന്ന്, എന്റെ കഴുത്തിൽ നിന്ന്, കാതിൽ നിന്ന്, എന്റെ കയ്യിൽ നിന്ന് ആഭരണങ്ങൾ മുറിച്ച് മാറ്റൂലേ. എന്റെ വസ്ത്രം അതാ കഫം പുടവയല്ലേ. എന്നെ അതാ നാട്ടുകാരെ ചമയിച്ചൊരുക്കിയില്ലേ. എന്നെ തുണിയിൽ പൊതിഞ്ഞില്ലേ. സുജൂദിന്റെ അവയവങ്ങളിൽ പരുത്തി വെച്ച് പോയില്ലേ. അവസാനമായൊരു ചോദ്യം ഇനി ആരെങ്കിലും കാണാനുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മൂന്നാമത്തെ തിരി അങ്ങ് അതാ കുടുക്കിയിട്ട് മൂന്നാമത്തെ കെട്ടങ്ങ് കെട്ടിപ്പോയാൽ നാട്ടുകാര് ഒരു കരുണയും കാണിക്കാതെ ആ തട്ടഹസിച്ച് കരയുന്ന മക്കളെ മൈൻഡ് ചെയ്യാതെ ഇവര് ഇത്രയും കാലം ജീവിച്ച വീടാണെന്ന് ചിന്തിക്കാതെ അതാ വീട്ടിന്റെ മുറ്റത്ത് കാത്തിരിക്കുന്ന ആ വാഹനമാകുന്ന മയ്യത്ത് കട്ടിലങ്ങ് കയറ്റിപ്പോയി. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റും ചൊല്ലിയിട്ട് എന്നെ കൊണ്ടുപോകുമല്ലോ. അന്ന് എന്റെ ബ്യൂട്ടി പാർലറിൽ പോയ മേക്കപ്പ് എവിടെ? ഇല്ലല്ലോ. അന്നെനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയണോ, ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ വേഗം കൊണ്ടുപോ, വേഗം കൊണ്ടുപോ, എന്നെ കാത്തിരിക്കുന്ന സുഖ സന്തോഷങ്ങളിലേക്ക് എന്നെ താമസിപ്പിക്കല്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു ക്വാളിറ്റിയിലേക്ക് എന്റെ ഉമ്മമാരെ ജീവിതത്തെ മാറ്റാൻ സാധിച്ചാലേ